ക്രൈസ്തവോ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർക്കല്ല, കർത്താവ് നല്ലവനായി വരുന്നത് വല്ലഭനായി വരുന്നത്. ദൈവത്തിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് നല്ലവനും വല്ലഭനുമായി വരുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള വ്യഗ്രതയും തീവ്രതയും പ്രവർത്തനത്തിൽ യാത്രയിൽ നാം എല്ലാവരും ജാഗ്രതയുള്ളവരാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളറിയാം, അല്ലെങ്കിൽ രണ്ട് ദേശത്തെ അറിയാം. ഒന്ന് നിനവേ ദേശം, ഒന്ന് സോദോം ദേശം. സോദോം മനം തിരിയാത്ത കാരണത്താൽ അഗ്നിക്കിരയായി. നിനവേ മനം തിരിഞ്ഞു എന്ന കാരണത്താൽ രക്ഷയ്ക്ക് കാരണമായി. സ്തോത്രം. അപ്പൊ ഇതിൽ നാം ഏത് വിഭാഗത്തോടാണ്? നിനവേ വിഭാഗത്തോടാണോ അതോ സോദോം ഗൊമോറ വിഭാഗത്തോടാണോ? ഇത് രണ്ട് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ കാര്യമാണ്. ദൃഷ്ടാന്തമാണ്, അനുഭവിച്ചതാണ്, യേശുക്രിസ്തുവിനെ സാക്ഷിച്ചതുമാണ്. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ ഏത് വിഭാഗത്തോട് ചേരും? ഇടം കൈയും വലം കൈയും അറിയാൻ തക്കവണ്ണം മനം തിരിയാൻ മനസ്സ് വയ്ക്കുന്ന വിഭാഗത്തോട് ചേരുമോ അതോ സോദോം ഗൊമോറ നിവാസികളോട് ചേരും? സ്തോത്രം. സോദോം ഗൊമോറ എന്ന് പറയുന്നത് ഈ ലോകവും അതിന്റെ മോഹവും, വേശ്യാവൃത്തി. എന്നാൽ ലോകസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് ലോകസ്നേഹം. വ്യഭിചാരിണികളായുള്ളവര്. അപ്പൊ ലോകസ്നേഹം നിലനിർത്തുവാൻ വേണ്ടി, ലോകസ്നേഹം നിറവേറുവാൻ വേണ്ടിയാണ് നാം ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ നാം സോദോം ഗൊമോറയ്ക്ക് തുല്യമാണ്, നിത്യാഗ്നിക്കിരയാണ് എന്നുള്ള സത്യം ഈ നാളുകളിൽ അധികമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം നാം വായിച്ചതുപോലെ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, ആമേൻ, ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും, ആത്മാവ് നീതി നിമിത്തം ജീവനാകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കും. നിത്യജീവനെ ഓഹരി പ്രാപിപ്പാൻ തക്കവണ്ണം നിത്യജീവന്റെ വചനങ്ങളെ വെളിപ്പെടുത്തുവാൻ മനസ്സലിയുന്ന അൻപുള്ള കർത്താവേ, അങ്ങ് അങ്ങയുടെ ശിഷ്യന്മാർക്ക് ഇത് വെളിപ്പെടുത്തി തലമുറകൾക്ക് എഴുതി രേഖപ്പെടുത്തി. ഈ തലമുറയിൽ ഇടങ്ങൾ അത് വായിക്കുന്നു, ഗ്രഹിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ആത്മാവിൽ സാക്ഷ്യം വഹിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇടങ്ങൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ ലഭിക്കുന്നു. അതിലൊന്നും പ്രശംസിക്കാനില്ല എങ്കിലും കർത്താവെ, അങ്ങ് പ്രകാശിപ്പിക്കുന്ന അങ്ങയിൽ പ്രശംസിക്കേണ്ടതിന് ഇടങ്ങൾ എല്ലാവരെയും താഴ്ത്തുന്നു. അത്യധികമായ വെളിപ്പാടുകളോടും ദർശനങ്ങളോടും കാഴ്ചപ്പാടുകളോടുകൂടെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കതായ ഉണർവിൻ വരം അടികളുടെ ജീവിതത്തിൽ ഉപദേശ രൂപേണ വെളിപ്പെടേണ്ടതിനായി അടികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ദേശത്തിന്മേലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കപ്പെടുവാൻ, ദേശനിവാസികളിൽ അത് അനുഭവമായി മാറുവാൻ കർത്തൃനാമത്തിൽ ഏൽപ്പിക്കുന്നു. മാത്രമല്ല കർത്താവേ, ഭൂലോകത്തിന് അങ്ങോളം ഇങ്ങോളം എവിടെയെല്ലാം നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവരുണ്ടോ, ദൈവരാജ്യം മഹിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ, എല്ലാവരിലും ദൈവരാജ്യത്തിന്റെ ഉപദേശ രൂപങ്ങൾ ആമേൻ സ്പ്രെഡ് ചെയ്യപ്പെടുവാൻ, സ്പർശിക്കപ്പെടുവാൻ, മിന്നൽ പിണര് പോലെ ഹല്ലേലൂയ ദിക്കെല്ലാം ചുറ്റുമിന്നുവാൻ കർത്തൃനാമത്തിൽ അടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സകല ബഹുമാനവും മഹത്വവും അങ്ങ് ആത്മാവിന്റെ ഭാഗ്യവാന്മാരെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വഹിക്കാം. ക്രിസ്തു നമ്മിലുണ്ടെങ്കിലോ, ആമേൻ, ക്രിസ്തു നമ്മിലുണ്ട് എങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും. അവിടെ ഭയങ്കര ചിന്തിക്കത്തക്കവണ്ണ ഒരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു നമ്മിലുണ്ട് എങ്കിലോ, അവിടെ നിങ്ങളെന്നാണ്. അപ്പോൾ നിങ്ങളിൽ അല്ലെങ്കിൽ നമ്മിൽ ക്രിസ്തു ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം
ഈ ക്രിസ്തു തമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ പറയുന്നത് ക്രിസ്തു തമ്മിൽ ഉണ്ട് എങ്കിലോ എന്നാണ്. കൃത്യലേഖനത്തിൽ പറയുന്നത് കർത്താവിന്റെ ആത്മാവില്ലാത്തവൻ, അവിടെ കർത്താവുണ്ടെങ്കിലോ എന്നല്ല, കർത്താവിന്റെ ആത്മാവുണ്ടെങ്കിലോ എന്നാണ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ അതിൽ കിടന്ന് പോകുന്നവനാണ്. അതിൽ കിടന്ന് പോകുക എന്ന് പറയുമ്പോൾ വേലി പൊളിക്കുന്നവനാണ്. വേലി പൊളിക്കാതെ പോകുന്നു. വേലി പൊളിക്കാതെ അതിൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വേലി പൊളിക്കണം. സദൃശ്യത്തിൽ പറയുന്ന വേലി പൊളിക്കുന്നവന്റെ എന്ത് ചെയ്യും? പാമ്പ് കത്തും. ഏത് പാമ്പ് കത്തും? മൂർഖൻ അണലി കത്തും. ആദിമ പാമ്പ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൂട്ടവകാശം നിൽക്കുന്നുണ്ടോ ഇല്ലയോ? മതിൽ പൊളിക്കുന്ന കാര്യത്തിൽ, പണ്ടത്തെ അതിൽ നീക്കുന്ന കാര്യത്തിൽ. പണ്ടത്തെ അതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനൊക്കെ നമുക്ക് വസ്തു കല്ലിട്ട കാര്യമല്ല. സ്തോത്രം. അതൊക്കെ കാലാകാലങ്ങളിൽ വസ്തു വാങ്ങുന്ന രീതി അനുസരിച്ചും വസ്തു വിൽക്കുന്ന രീതി അനുസരിച്ചും കല്ലുകൾ നീങ്ങിയും മാറിയൊക്കെ വരും. ഇനി അല്ലാതെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ആരും അറിയാതെ കല്ല് നീക്കുന്നതെങ്കിലും അതിന്റെ പ്രതിനിധി ഇന്നല്ലെങ്കിൽ നാളെ അത് ആ വ്യക്തിയുടെ കണ്ണിൽ കാണുവാനിടയായി. അത് ഈ ലോകത്തോട് കൂടി മാറിപ്പോകും. പക്ഷെ ബൈബിൾ പറയുന്നത് അതല്ല. സ്തോത്രം. പൂർവ്വപിതാക്കന്മാരുടെ ദൈവം അഭിഷേകം വെളിപ്പെടുത്തി അവരെ വെളിപ്പെടുത്തിയതായി ഉപദേശം എന്ന അതിര്, ആ അതിര് നീക്കുവാൻ പാടില്ല. അത് അങ്ങോട്ടും നീക്കണ്ട, ഇങ്ങോട്ടും നീക്കണ്ട. ആ അതിരിനകത്ത് തന്നെ നമ്മൾ നിൽക്കണം. എന്നാലേ ക്രിസ്തു നമ്മിൽ വരും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വരും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം നമ്മിൽ വരുമോ? ക്രിസ്തുവിന്റെ ഉപദേശം വന്നില്ലെങ്കിലോ നിലനിൽക്കാൻ പറ്റില്ല. അതിൽ നിലനിന്നില്ലെങ്കിൽ അതിൽ കടന്നു പോകും. അതിൽ കടന്നു പോകുന്ന ഒരുത്തനെന്നില്ല, ദൈവമില്ല. സ്തോത്രം. അപ്പോഴതിൽ കടന്നു പോകുന്നവൻ ക്രിസ്തുവിലാണോ? ക്രിസ്തു നമ്മിലാണോ? ക്രിസ്തുവിന്റെ ഉപദേശം നമ്മിലാണോ? ക്രിസ്തുവിന്റെ ഉപദേശം ഐഹികമാണോ? ക്രിസ്തുവിന്റെ ഉപദേശം ആത്മീയ തലം അല്ലേ? ഹല്ലേലൂയ. അവരോട് പറയുന്നത് ക്രിസ്തു നമ്മിലുണ്ട് എങ്കിലോ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം നമ്മിലുണ്ട് എങ്കിലോ. ഉണ്ടോ ക്രിസ്തുവിന്റെ ഉപദേശം നമ്മിൽ? എത്രത്തോളം ഉണ്ട്? ഈ നാളുകളിൽ ഉണ്ടോ ഇല്ലയോ ശോധന ചെയ്ത് അല്പിച്ചേക്ക് നമുക്ക് നീരുറ തുറക്കുകയാണ്. ശോധന ചെയ്യാത്ത വ്യക്തി തുറക്കും. ആ ക്രിസ്തുവിനുണ്ട് എന്ന് ഉറപ്പിക്കും. കാരണം അതിന് വാക്യമുണ്ടല്ലോ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നുവല്ലോ. അല്ലേ? അതെ, അതെ. പക്ഷെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും? എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? അതിവിടെ പറയുന്നത് ക്രിസ്തുവിൽ ഉണ്ടെങ്കിലോ. അപ്പൊ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എന്താണ് അനുഭവം, ഇല്ലെങ്കിൽ എന്താണ് അനുഭവം? ഇതൊക്കെ നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവസരങ്ങളാണ്. ഇതൊക്കെ നമ്മളെ തന്നെ നാം ശോധന ചെയ്തില്ലെങ്കിൽ ക്രിസ്തു നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കും. ക്രിസ്തു നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? ഹല്ലേലൂയ. ക്രിസ്തു തമ്മിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് തമ്മിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ഉപദേശം തമ്മിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? ക്രിസ്തു തമ്മിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ഉപദേശം ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കും? നമ്മളെങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം നമ്മളുണ്ടെന്നോ? ഇന്ന് നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം അറിയുന്നു. പരിശോധിച്ചു നോക്കിയാൽ നമ്മിൽ ഇല്ല എന്ന് തെളിയുന്നു. എന്നാൽ വീണ്ടും അതിനകത്ത് എഴുതിയിരിക്കുന്ന ക്രിസ്തു നമ്മിൽ ഉണ്ടെന്ന് പറയും. സ്തോത്രം. അങ്ങനെ മൂച്ചും മുറയൊക്കെ പറഞ്ഞ് ഭയങ്കര വിശ്വാസത്തിന് തിമിർപ്പിൽ ജീവിക്കും. പക്ഷേ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുത്തിയതുപോലെ പ്രവൃത്തിയില്ലാത്ത
വിശ്വാസം നിർജീവമാണ്, നിർജീവം. അപ്പൊ വിശ്വാസമുണ്ട്, പക്ഷെ പ്രവൃത്തിയില്ല. അപ്പോഴും സ്തോത്രം. അവലെങ്ങനെ 1-ാം വാക്യമാണോ വായിക്കുമ്പോൾ, ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ, ഹല്ലേലൂയ, യഹൂദന്മാരുടെ ഇടയിലെന്നല്ല, സകല ജാതികളുടെ ഇടയിൽ, അതിനൊന്നും വരുന്നത് സ്തോത്ര, സകല ജാതികളുടെയും ഇടയിൽ, അല്ലെങ്കിൽ സകല ജാതികളിലും വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന്, വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിനാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ വിശ്വാസത്തിൽ അനുസരണം വരുത്തുന്നതാണ്. അവിടെ അനുസരണമില്ലാത്ത വിശ്വാസമല്ല അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്. അനുസരണമുള്ള വിശ്വാസം. അനുസരണമുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ മാനസാന്തരമാണ് അനുസരണം എന്ന് പറയുന്നത്. മാനസാന്തരമാണ് അനുസരണം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ജീവിക്കാം, ഞാൻ അങ്ങനെ സമർപ്പിക്കാം, ഞാൻ അങ്ങനെ ചിന്തിക്കാം, ചിന്തിപ്പിക്കുക, അനുസരിപ്പിക്കുക. അതാണ് അപ്പോസ്തലത്വം അവർക്ക് കിട്ടിയത്. ഇന്ന് അനുസരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് അപ്പോസ്തലന്മാരെ അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, ദൈവമേ ചെയ്യണേ ചെയ്യണേ ചെയ്യണേ, ദൈവമേ അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമേ, അത് പ്രവർത്തിക്കണമേ, ദൈവം അവർക്ക് അത് പിന്നെ അങ്ങനെ ദൈവത്തെ വിട്ട് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി അപ്പോസ്തലത്തിൽ നിന്നുള്ളവർ പ്രാപിച്ചിരിക്കുന്നത്. അത് കള്ളയ അപ്പോസ്തലത്വമാണ്. ഇപ്പൊ ഇവിടെ വായിക്കുന്ന യഥാർത്ഥ അപ്പോസ്തലത്വത്തെ കുറിച്ച് രേഖപ്പെടുത്തി സൂചിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ സൂചനകൾ മാത്രമാണ് വായിക്കാം. ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയും പ്രാപിച്ചു, അപ്പോസ്തലത്വവും പ്രാപിച്ചു. അപ്പോൾ അവർ അപ്പോസ്തലത്വം പ്രാപിച്ചതിന് വേണ്ടി വിശ്വാസത്തിന് അനുസരണമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. അവിടെ അനുസരണമില്ലാത്ത വിശ്വാസമോ, അനുസരണം എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണ്. അവിടെ അനുസരണമില്ലാത്ത വിശ്വാസമോ, ഇന്ന് ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഒന്ന് ആരാഞ്ഞു നോക്കിയാൽ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒന്ന് ആരാഞ്ഞു നോക്കിയാൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? അനുസരണത്തിന്റെ ഉള്ള വിശ്വാസമാണോ, അനുസരണം ഇല്ലാത്ത വിശ്വാസമാണോ? ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഭർത്താവ് ഭാര്യ വിശ്വസിക്കുന്നു, സ്നേഹിതന്മാരെ വിശ്വസിക്കുന്നു, സഹോദരങ്ങളെ വിശ്വസിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശ്വസിക്കുന്നു, പക്ഷെ അനുസരണമുള്ള വിശ്വാസമാണ്. ലോകപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മുടെ 1000 രൂപ കൊടുത്ത ഒരാളൊരു സാധനം വാങ്ങാൻ കൊടുത്തയച്ചു കഴിഞ്ഞാൽ കൃത്യമായ 1000 രൂപയ്ക്ക് സാധനം വാങ്ങി അതിന്റെ ബില്ലുമായിട്ട് വരുന്നത് നമ്മൾ വിശ്വസിക്കും. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ശോധന ചെയ്യും. ശോധന ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അവർ നമ്മൾ വിശ്വസിക്കും. എന്നാലും കണ്ണടച്ചെന്തയില്ല, വിശ്വസിക്കില്ല, കണ്ണ് തുറന്ന് വിശ്വസിക്കുള്ളൂ, അല്ലേ? അത് ലോകത്തിലൊരു ഭാഷയുണ്ടല്ലോ, കണ്ണടച്ചാലേ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ കണ്ണ് തുറന്ന് തന്നെ വിശ്വസിക്കണം, ആരാഞ്ഞ് അറിഞ്ഞ് തന്നെ വിശ്വസിക്കണം, ആരെയും വിശ്വസിക്കരുത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവൻ അവൻ എന്ത് വിലമതിപ്പാനുള്ളൂ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ക്രൈസ്തവല്ലോ. അപ്പോൾ വിശ്വാസം അനുസരണത്തിൽ കൂടെയാണ് തെളിയാനുള്ളത്. മാതാപിതാക്കൾ മക്കളെ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? മക്കൾ അനുസരണമുള്ളവരാണെങ്കിൽ വിശ്വാസമാണ്. മക്കൾ മാതാപിതാക്കളെ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? മാതാപിതാക്കൾ അനുസരണമുള്ളവരായിരിക്കും. ഇല്ലെങ്കിൽ എന്താണ് വിശ്വാസം? അനുസരണമില്ലാത്ത മാതാപിതാക്കൾ ഒരിക്കലും വിശ്വസിക്കരുത്, അനുസരണമില്ലാത്ത മക്കളെയും വിശ്വസിക്കരുത്. ഇതാണ് അപ്പോസ്തലത്വം. ഇത് പഠിപ്പിക്കുക, ഇത് പഠിക്കുക. ഇത് പഠിക്കുന്നവരിൽ അപ്പോസ്തലത്വത്തിന്റെ പകർച്ച വരികയാണ്. സ്തോത്രം. അത് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അപ്പോസ്തലത്വത്തിന്റെ യാഥാർത്ഥ്യത വരികയാണ്. അവരാണ് അപ്പോസ്തലന്മാർ. ദൈവത്തെ വിട്ട് പ്രാർത്ഥിച്ച് ജയിപ്പിക്കുന്നതല്ല അപ്പോസ്തലൻ. ദൈവം പറയുന്ന കാര്യം ജനത്തെ വിട്ട് ജയിപ്പിക്കുന്നതാണ് അപ്പോസ്തലൻ. അല്ലേ? എങ്ങനെയല്ലോ വായിക്കുന്നത്? ഒന്നുകൂടെ. ഞങ്ങൾ കർത്താവിന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് സ്വതന്ത്രം നമ്മളെന്ത് പ്രാപിച്ചു? അവരാണ് പറഞ്ഞത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എങ്കിലോ. നമ്മൾ എന്ത് പ്രാപിച്ചു? അനുസരണത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു.
അനുസരണത്തിന്റെ ആത്മാവ് തമ്മിലുണ്ടോ? അതോ ഒളിച്ചുകളുടെ ആത്മാവാണോ ഉള്ളത്? എത്ര തന്നെ പറഞ്ഞാലും കേട്ടനുസരിക്കുന്ന ആത്മാവാണോ കേട്ടനുസരിക്കാത്ത ആത്മാവാണോ നമുക്കുള്ളത്? ഏത് ആത്മാവിലാണ് നാം നിയന്ത്രിക്കപ്പെടുന്നത്? ദൈവവചനം പറയുന്നതിനൊത്തവണ്ണം താഴ്മയും ഭക്തിയും വിനയവും പക്വതയൊക്കെ ഉള്ള ആത്മാവിലാണോ നാം നിയന്ത്രിക്കപ്പെടുന്നത്? സ്തോത്രം. അതോ സ്തോത്രം അഹങ്കാരത്തിന്റെ ആത്മാവിലാണോ നിയന്ത്രിക്കപ്പെടുന്നത്? ക്രൈസ്തല്ലോ. ഇതെല്ലാം നാം നമ്മിൽ ശോധന ചെയ്യണം. വചനം വായിക്കുമ്പോഴൊക്കെ നമ്മൾ ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്യാൻ വേണ്ടിയാണ് തിരുവചനം വായിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം കള്ളക്കോൽ ഓർക്കാൻ വേണ്ടിയാണ്, തന്റെ തെറ്റ് ഗ്രഹിക്കാൻ വേണ്ടിയാണ്, മുമ്പിലത്തെ പാപത്തിന്റെ ശുദ്ധീകരണം ഓർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു പോകുന്നത് കുരുടൻ എന്നാണ്. ഹല്ലേലൂയ. അവൻ കുരുടനാണ്. കുരുടനാണെങ്കിൽ കുരുടനെ വഴി നടത്തിയാൽ എന്ത് ചെയ്യും? ഇരുവരെ കുഴിയിൽ വീഴുമെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുന്നവരല്ല, ഓർക്കുന്നവരാണ്. അതിനെക്കുറിച്ചാണ് യേശുക്രിസ്തു മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് അവൻ സുവിശേഷത്തിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. സുവിശേഷം ആരിൽ വസിക്കും? വിശ്വസിക്കുന്നവരിൽ വസിക്കും. വിശ്വസിക്കുന്നവരിൽ വസിക്കും. മനം തിരിഞ്ഞ് വിശ്വസിക്കുന്നവർ. അത് മനം തിരിഞ്ഞോ ഇല്ലയോ എന്ന് പ്രവൃത്തികളാൽ ദൈവം കണ്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഇടയിലുള്ളവരെ മനം തിരിഞ്ഞാണ് വിശ്വസിച്ചത് എന്നുള്ളത് അവന്റെ പ്രവൃത്തികളാൽ കാണേണ്ട കണ്ണ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ കുരുടന്മാരാണ്. പ്രവൃത്തികളാൽ കാണണം. ഹല്ലേലൂയ. അപ്പോൾ പ്രവൃത്തികളാൽ കണ്ടുവരുമ്പോൾ എല്ലാവർക്കും മഹാഭയം ഉണ്ടാവും. മാനസാന്തരത്തിന്റെ പ്രവൃത്തി എന്നിലുണ്ടോ എന്ന് ഇന്നേരൊക്കെ എന്നെ കാണും, എന്നെ കാണുന്നവരൊക്കെ എന്നെ കാണും എന്ന് തമ്മിൽ ഭയം ഉണ്ടാവും. തമ്മിൽ ഭയമില്ല എങ്കിൽ ക്രിസ്തു ആത്മ വസിക്കും. ഹല്ലേലൂയ. ആ പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാം ലേഖനം 8-ാം വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ വായിച്ചാൽ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹത്തോടും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് വിശ്വാസത്തോട് വീര്യം. നമ്മളിലൊക്കെ ഉള്ള വിശ്വാസം എങ്ങനെ? വീര്യമുള്ള വിശ്വാസമാണോ? മനം തെളിപ്പിച്ചു പോയ വിശ്വാസമാണോ? ഒരു കാറ്റ് ഇങ്ങോട്ടടിക്കുമ്പോ ഇങ്ങോട്ട് ചായും, അങ്ങോട്ടടിക്കുമ്പോ അങ്ങോട്ട് ചായും, അങ്ങനെയുള്ള വിശ്വാസമാണോ? അത് അങ്ങനെയുള്ള വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഉറച്ച വിശ്വാസം എന്ന് അഹങ്കാരി എന്ന് ആൾക്കാർ പറയില്ലേ? എന്നെ കുറിച്ച് പലരും പറയാം അഹങ്കാരിയാണ്. സ്തോത്രം. എന്നെ കുറിച്ച് പലരും പറയാറുണ്ട് ഞാനൊരു അഹങ്കാരിയാണ്. എന്താ പറയാൻ കാരണം? അവരെ അടിക്കുന്ന കാറ്റില് ഞാൻ ഉലയാത്തതുകൊണ്ട്. സ്തോത്രം. പിന്നെ ചിലരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? അവരടിക്കുന്ന കാറ്റില് ഞാൻ ഉലഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാ? എന്നെ അഹങ്കാരി എന്നവര് പറയാതിരിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഉലഞ്ഞു കൊടുക്കുകയാണ്. അവരെ അറിഞ്ഞുകൊണ്ട് അഴിഞ്ഞു കൊടുക്കുകയാണ് അവരടിക്കുന്ന കാറ്റ്. സ്തോത്രം. അത് എപ്പോഴാണ് ആ അശക്കം മാറുന്നു എന്നറിയാൻ പറ്റില്ല. ചിലർക്ക് ഇങ്ങനെ പറയണ്ട, അപ്പോഴപ്പോഴും ഓരോരോ സ്വഭാവം വന്നിരിക്കും. ഇന്നലെ ഒരാൾ പറഞ്ഞു അപ്പോഴപ്പോഴും അതിന്റെ സ്വഭാവം മാറും. അപ്പോഴപ്പോഴും എന്റെ സ്വഭാവം മാറുന്നു ഇന്നലെ ഒരാൾ പറഞ്ഞു. അതങ്ങനെ പറയുന്നത്? ഇന്നലെ അങ്ങനെ പറയുന്നു. സ്തോത്രം. അപ്പൊ ഇതെല്ലാം
നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നാം തിരിച്ചറിയാതിരിക്കരുത്, തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം വിശ്വാസമുള്ളതായിരിക്കണം. വിശ്വാസമുള്ള മാനസാന്തരവും മാനസാന്തരമുള്ള വിശ്വാസമായിരിക്കണം. അതിലെങ്ങനെ വീര്യം കാണും? ഇല്ലെങ്കിൽ വീര്യം കാണില്ല. വിശ്വാസമുണ്ട് പക്ഷെ എന്താ? ഹലോ, വിശ്വാസമുണ്ട് പക്ഷെ എന്തില്ല? വീര്യമില്ല. സ്തോത്രം. അതൊക്കെ ഞാൻ മനസ്സിലാക്കി ശോധന നോക്കിയിട്ട് അറിയാം. വിശ്വാസമുണ്ടോ? വീര്യമുണ്ടോ? സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൽ വീര്യം ഉണ്ടോ എന്ന് ഒരു സ്ഥലം ദൈവത്തിന് അറിയാം, മറു സ്ഥലം പിശാചിന് അറിയാം. സ്തോത്രം. അപ്പൊ വിശ്വാസത്തിൽ മാത്രമല്ല വീര്യം, മാനസാന്തരത്തിൽ വീര്യം വേണം, പ്രവൃത്തിയിലും അനുസരണത്തിലും എല്ലാം വീര്യം വേണം. വീര്യമില്ല എങ്കിൽ ആരെങ്കിലുമൊക്കെ പിതൃഭവനക്കാരും പിന്നെ ലോക മനുഷ്യരും എല്ലാരും ഇങ്ങനെ നമ്മളെല്ലാം ഉലച്ചു കൊണ്ടുപോകും. വീര്യമില്ലേ? പക്ഷെ വീര്യം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. വീര്യം ഉണ്ടെങ്കിൽ പറയുന്നത് അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരാണ്. സ്ത്രീകളാണെങ്കിൽ തന്നിഷ്ടക്കാരിയെന്ന്, പുരുഷനാണെങ്കിൽ തന്നിഷ്ടക്കാരാണ്, അങ്ങനെ പറയും. സ്തോത്രം. പക്ഷെ അത് മനുഷ്യന്റെ സാക്ഷ്യമാണ്. മനുഷ്യന്റെ സാക്ഷ്യം ഒന്നുമില്ല, ആവശ്യമില്ല. ക്രൈസ്തലോ, ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ആത്മാവ് രക്തം ജലം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ആ സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. അതിനോട് നമ്മൾ എതിർക്കരുത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരെ ശക്തമായി പറയുന്നത്. അവിടെ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലത്വ പ്രാവശ്യത്തിന് വേണ്ടിയാണ്, അനുസരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആൾക്കാർ അത് തല്ലിപ്പഴിപ്പിച്ചപ്പോഴാവില്ല. അത് അവരെ അറിഞ്ഞ് ചെയ്യണം. ചെയ്യിപ്പിച്ച പറ്റൂല, അറിഞ്ഞ് ചെയ്യണം. ഇതൊക്കെ ഏത് ആത്മാവാണ്? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, അനുസരിപ്പിക്കാൻ. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, അനുസരിപ്പിക്കാൻ. അപ്പോഴേ നീചന്മാര് പറയും അത് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഇത് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരല്ല. ഇതൊന്നും ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ അനുസരിപ്പിക്കും, പ്രബോധിപ്പിക്കും, പഠിപ്പിക്കും. അവരനുസരിക്കുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഇതൊക്കെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അവയില്ലാത്തവൻ കുരുടനാണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, ദൂരക്കാഴ്ചയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് സംബന്ധമായ കാഴ്ചപ്പാടില്ല. ഹല്ലേലൂയ. അടുത്ത നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ കേട്ടോ. ഒന്നിനോടൊന്നാണ് കുട്ടികൾ എടുക്കാറുള്ളത്, ഏതെങ്കിലും ഒന്നല്ല. ഒന്നിനോടൊന്ന് ബാക്കിയുള്ള കുട്ടികളുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മൾ പ്രബോധിപ്പിക്കുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതിനോട് യാതൊരു ചേർച്ചയില്ലാതെ എല്ലായിടത്തും പ്രാർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ പ്രബോധിപ്പിക്കുമ്പോൾ അതിനോട് യാതൊരു ചേർച്ചയും ഇല്ലാതെ എല്ലായിടത്തും പ്രബോധിപ്പിക്കാനുള്ളത്. തമ്മിൽ ഇണക്കിയ പട്ടണം പോലെ ആയിരിക്കണം. തമ്മിൽ ചേർച്ചയുള്ളതായിരിക്കണം. തമ്മിൽ ചേർന്ന് ഐകമത്യമുള്ളതായിരിക്കണം. സ്തോത്രം. അതിലെ വാക്കുകളെല്ലാം അങ്ങനെ ആയിരിക്കണം. കരങ്ങളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും. കേൾക്കുന്നുണ്ടോ? ഒന്നിനോടൊന്നാണ്, ഒന്നിനെ വിട്ടിട്ടല്ല. ഒന്നിനോടൊന്ന് ചേർത്തുകൊള്ളി, കൂട്ടിക്കൊള്ളി. ഇതൊക്കെ നമ്മളെ ആരാ പഠിപ്പിക്കാതിരിക്കുന്നത്? ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എവിടെ ശ്രദ്ധയിൽ നിൽക്കും? ഇതൊക്കെ വായിച്ചാൽ എവിടെ ശ്രദ്ധയിൽ നിൽക്കും? ആരാ പഠിപ്പിക്കുന്നത്? സ്തോത്രം. ഇത് നമ്മുടെ വ്യക്തിപരമായ രക്ഷയ്ക്ക് കാരണമായി മാറേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിൽ ധ്യാനിച്ചുകൊള്ളേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം,
വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര പ്രീതി, സഹോദര പ്രീതിയോട് സ്നേഹം. എന്ത് ചെയ്യണം? സ്നേഹം കൂട്ടിക്കൊള്ളി. പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥിക്കുന്നതേ കൂടില്ല, അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോസ്തലത്വം പ്രാപിച്ച ആൾ കൂട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടണം, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് അവർ അപ്പോസ്തലത്വം പ്രാപിച്ചത്. നാമം ഇത് ചെയ്താൽ നാമം അപ്പോസ്തലത്വം നമ്മളിൽ വ്യാപരിക്കും. പ്രത്യേകിച്ച് കാത്തിരുന്ന് പ്രാപിക്കണമല്ല. അപ്പോസ്തലത്വം ആരോ വന്ന് തലയിൽ കൈവച്ച് ഇങ്ങനെ ആക്കുന്നതല്ല. നാം ആ വാക്യങ്ങൾ, ആ വചനങ്ങൾ, ആ മനസ്സന്തരം, അനുസരണം നമ്മിൽ പ്രവർത്തിക്കും തോറും, പ്രവർത്തിക്കാൻ ഇടം കൊടുക്കും തോറും, അത് പ്രവർത്തിക്കും തോറും അതിലുണ്ട് അപ്പോസ്തലത്വം. അത് പ്രവർത്തിക്കുന്ന ഒരു അപ്പോസ്തലത്വം നമ്മൾ വ്യാപരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം വേണം, അതുകൊണ്ട് കുറെ രക്തം വാങ്ങിച്ചു കുടിക്കണം. മുമ്പ് ഞാൻ വിചാരിച്ചു രക്തം കുടിച്ചാൽ. അപ്പൊ രക്തം കുറവെങ്കിൽ രക്തത്തിന്റെ അളവ് നമ്മിൽ കൂടത്തക്കവണ്ണമുള്ള ഭക്ഷണം കഴിക്കണം. അതിന് തക്കവണ്ണമുള്ള വ്യായാമം, റെസ്റ്റ്, വിശ്രമം എല്ലാം വേണം. നല്ല രക്തം കൂടും, എല്ലാം കഴിക്കും, പക്ഷെ വിശ്രമം ഇല്ലെങ്കിലും രക്തം കൂടും. വിശ്രമത്തിന് വിശ്രമം വേണം, വ്യായാമത്തിന് വ്യായാമം വേണം, ആഹാരത്തിന് ആഹാരം വേണം, ദാഹജലത്തിന് ദാഹജലം വേണം. സ്തോത്രം. എന്നാലേ രക്തം കൂടും. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ എന്തുണ്ട്? രക്തം ഊറേണ്ടതായ പോഷകമുണ്ട്. അപ്പോൾ നാം വായിക്കുന്ന വചനത്തിൽ തന്നെ എന്തുണ്ട്? അപ്പോസ്തലത്വത്തിന്റെ അധികാരമുണ്ട്. അപ്പോസ്തലത്വത്തിന്റെ അധികാരം, അഭിഷേകമുണ്ട്. അത് വായിക്കുമ്പോൾ, അനുസരിക്കുന്നവര് അത് പകരപ്പെടുകയാണ്. ഇയാൾ ആരാ അപ്പോസ്തലനാക്കിയത്? അപ്പോഴപ്പോഴുള്ളവൻ, അപ്പോഴപ്പോഴ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ. അങ്ങനെയൊക്കെ ആശയിക്കുന്ന ആൾക്കാര്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ വചനമാണ് എങ്ങനെ ആക്കുന്നത്? ഞാൻ ചോദിക്കും, ഇന്ന് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ എന്ന് പറയുന്നവർ ആദ്യകാലത്ത് എത്ര പേരുണ്ടായിരുന്നു? അവരെ ആരെങ്ങനെ ആക്കി? സംഘടനക്കാരുടെ ബലപ്പെട്ട അടിസ്ഥാനപരമായ സംഘടനക്കാർ എന്ന് പറയുന്നവരായാലും അവരുടെ തുടക്കങ്ങൾ എന്തായിരുന്നു? അവരെ ആരാക്കിയത്? അവരന്ന് വായിച്ചതും അന്ന് ഗ്രഹിച്ചതും അന്ന് മനസ്സിലാക്കിയതുമായ തിരുവചനമാണ് അവരെ അന്ന് അങ്ങനെ ആക്കിയത്. അതിന്റെ അനുകാരമാണ് ശേഷം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ആ അധികാരം പോരാ, നമുക്ക് ആ അനുകരണം പോരാ. കാരണം ആ അധികാരവും ആ അനുസരണവും ആ അറിവും ഈ ലോകത്തിന് അനുരൂപമായതാണ്. ഈ ലോകത്തിന് അനുരൂപമായതാണ്, ഇടകലർന്നതാണ്. ആ അധികാരം പോലെ നമുക്ക് അത് ദൈവ ഇഷ്ടപ്രകാരം അപ്പോസ്തലത്വം അല്ല, അത് ഭാഗികമായ അപ്പോസ്തലത്വം, ലൗകികമായ അപ്പോസ്തലത്വമാണ്. അത് പേരിന് വേണ്ടിയുള്ള അപ്പോസ്തലത്വമാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യണം, മനുഷ്യൻ ചെയ്യണ്ട. മനുഷ്യൻ മനസ്സന്ത്രത്തിന് യോഗ്യമായ ഫലം കായ്ക്കത്തക്കണം മനുഷ്യനെ നിർബന്ധിക്കില്ല, ദൈവത്തെ നിർബന്ധിക്കും. ദൈവമേ അവരെ അങ്ങനെ ആക്കണമേ, അവരെ ചെയ്യണമേ, അവരെ കൊണ്ടുവരണമേ, അവരെ മടക്കി കൊണ്ടുവരണമേ. അപ്പൊ ദൈവത്തെ വിട്ട് നിർബന്ധിപ്പിക്കും. ദൈവത്തെ വിട്ട്. ഇന്നും പ്രഭാതത്തിൽ സമാരാധനയിൽ കൂടി വന്ന ഓരോ കൂട്ടായ്മകളിലും
പ്രാർത്ഥിച്ച കാര്യമായിരിക്കും. അവരെ കൊണ്ടുവരണമേ, ദൈവമേ അവരെ കൊണ്ടുവരണമേ, അവരെ ആകർഷിക്കണമേ. ഇവനാരാ ദൈവത്തെ കൊണ്ട് പറയാൻ ജയിപ്പിക്കേ? ഇവനെ ദൈവം വച്ചിരിക്കുന്നെങ്കിൽ ദൈവം വച്ചിരിക്കുന്നത് ജനത്തെ വിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവൻ വച്ചിരിക്കുന്നത്. ഇവൻ ചെയ്യുന്നതാണ് ദൈവത്തെ വിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് അപ്പോസ്തലത്വം പ്രാപിച്ചെടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ കള്ള അപ്പോസ്തലനായി പോകും. അറിയില്ല നാം കള്ള അപ്പോസ്തലനാണോ കള്ള ഇടയനാണോ കള്ളപ്രവാചകനാണോ നമുക്ക് അറിയാൻ കഴിയില്ല. സ്തോത്രം. എന്നിലുള്ള ഫലം ഏതാണെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. സ്വതവേ പറയാം എന്നിലുള്ള ഫലം നല്ല ഫലമാണ്, സ്വതവേ പറയാം. പക്ഷെ അറിയണം എന്നിലുള്ള ഫലം ദൈവരാജ്യത്തിന് യോഗ്യമായ ഫലമാണോ അതോ ദൈവരാജ്യത്തിനും ഈ ലോകത്തിനും യോഗ്യമല്ലാത്ത ഫലമാണോ? സ്തോത്രം. അപ്പൊ എന്നെ തന്നെ ശോധന ചെയ്യത്തക്കവണ്ണമാണ് കർത്താവിന്റെ ആത്മാവ് എന്നിൽ വസിക്കേണ്ടത്. അങ്ങനെ വസിക്കുന്ന ആ കർത്താവിന്റെ ആത്മാവ് വസിക്കപ്പെട്ട വ്യക്തിയാണ് പറയുന്നത് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം. ഇതൊക്കെ ഇത് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് പരിജ്ഞാനം? അപ്പൊ ഇത് എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പേര് പറഞ്ഞത്. പരിജ്ഞാനം എന്നാൽ എന്താണ് എന്ന് ഗ്രഹിച്ച വ്യക്തിയാണ് പേരെഴുതിയത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് വിശ്വാസം എന്ന പേരെഴുതിയത്. വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് വീര്യം എന്ന പേര് എഴുതിയത്. നമ്മൾ വായിച്ചിട്ട് വീര്യം എന്താ? വിശ്വാസം, വീര്യം എല്ലാം നോക്കിട്ട് എന്തില്ല, എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാതില്ല, സമ്പന്നം, ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല, സമ്പന്നം. പിന്നെ ആകെപ്പാടെ മുട്ടുണ്ടെങ്കിൽ വീടിനകത്ത് ആഹാരക്കുറവുണ്ട്, വസ്ത്രക്കുറവുണ്ട്, ടൈൽറ്റില്ല, അല്ലെങ്കിൽ മാറുകെട്ടില്ല, മതിൽ കെട്ടില്ല, ആലയത്തിന്റെ പണി ഇങ്ങനെ ശൂന്യ, ഇതൊക്കെ കുറവുണ്ട്. ദൈവ വിഷയമായിട്ട് ഒരു കുറവില്ല. സ്തോത്രം. അങ്ങനെയല്ല. ലോകപ്രകാരം എന്തൊക്കെ കുറവുണ്ടോ അതിന്റെ 100 മടങ്ങ് കുറവാണ് ആത്മീയ തലത്തിൽ നമുക്കൊക്കെ ഉള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവ്. സ്തോത്രം. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, പരിജ്ഞാനത്തോടു കൂടി ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോടുകൂടെ സ്ഥിരതയും, ഇന്ദ്രിയജയത്തോടുകൂടെ സ്ഥിരത, സ്ഥിരതയോട് ഭക്തിയും, സ്ഥിരതയോടുകൂടെ ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതിയും, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് നിത്യസ്നേഹവും കൂട്ടിക്കൊള്ളും. സഹോദരപ്രീതിയോട് ലോകസ്നേഹമല്ല ദൈവസ്നേഹം, നിത്യസ്നേഹം കൂട്ടിക്കൊള്ളണം. ഇതിൽ എന്തൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും? ഇപ്പൊ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെ കാണും ഇതില്? ഒന്നെങ്കിലും കാണും. അംശമായിട്ടുണ്ടായിരുന്ന പോലെ അംശമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണും? ഇതൊക്കെയാണ് കുറവുകൾ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നമ്മുടെ കുറവുകളെ ചിന്തിപ്പിക്കും, ഗ്രഹിപ്പിക്കും, ദുഃഖിപ്പിക്കും, മനം തിരിയിപ്പിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ അപ്പോസ്തലൻ അത് ചെയ്യിപ്പിക്കണം, ജനത്തെ വേണ്ടി ചെയ്യിപ്പിക്കണം. അതാണ് അപ്പോസ്തലൻ. അപ്പോസ്തലത്വമാണ്.